ഇവന്റെ ഇരുത്തം കണ്ടാത്തൊന്നും തണുത്ത് വരച്ചിരിക്കുകയാണെന്ന് ആണ് കേട്ടോ. ഏമുക്കാലായിട്ട് തണുപ്പിനൊന്നും ഒരു കുറവുമില്ല. കാരണം തലേ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾക്ക് എണീക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. 9 മണിയാവുമ്പോഴത്തെ സ്കൂളിൽ എത്തിക്കണം. കാരണം എക്സാം ആണ്. അതാണ് ഏമുക്കാലാവുമ്പോഴത്തെ ഞങ്ങൾ മുക്കത്തെത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇരുന്ന് എന്താ പഠിക്കണേ, വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരെ എന്നൊക്കെ തോന്നും. ഇവിടെ ഇരുന്നും ബസ്സൊന്നും ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തലയേറും. അതുകൊണ്ടാട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാക്ക വന്നിട്ട് അവനോട് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓനെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ പാൽക്കായും വായുകളിലേക്കൊക്കെ വെക്കാൻ വന്നിട്ടുള്ള കാക്കയാണ് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ആ കാക്കൻ്റെ വിഷൻ ടെസ്റ്റ് കഴിയാലും ബസ് കയറലും ഒപ്പരേനി. അപ്പോൾ അവൻ പറയുന്നത് ഇതിൻ്റെ അടുത്ത് റൈസറില്ല, പെൻസിലില്ല, ഒന്നും ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റില്ല എന്ന്. പിന്നെ ഇല്ലാതെ എഴുതാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാലോ. അതുകൊണ്ട് അത് വാങ്ങി കൊടുക്കേണ്ടി. അല്ലെങ്കിൽ സ്കൂൾ തുറന്ന മുതലേ ഓരോന്നും ഓരോ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ട്. അത് വാങ്ങിയോണ്ട് കുഴപ്പമില്ല. ഇനി ഈ കാറും ലോറിയും ഒക്കെ ചോദിച്ചിട്ടാണ് മടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നോട് ഇന്ന് തെറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് യുദ്ധം ഇനി നോക്കട്ടെ. കടന്നാൽ കുത്തി നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇനി കണ്ടക്ടർ എന്നാൽ പൈസ കൊടുത്ത് കുറച്ച് നേരം പാട്ട് കേട്ട് കിടക്കാം. നല്ല പാട്ടും നല്ല തണുത്ത കാറ്റും. ബൈക്കുമേ പോയാൽ കിട്ടുമോ ഇല്ല, ബസ്സിൽ തന്നെ പോകണം ഈ ഒരു രസം കിട്ടണമെങ്കിൽ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊന്നും മിണ്ടിയിട്ടുണ്ടായിന്. അത് പിന്നെ കടയിൽ കയറി ഇറങ്ങിയാൽ പതിവുള്ളത് ഈ മിണ്ടത്തിട്ടെന്നുള്ളത് ചോദിക്കുമ്പോൾ തന്നെ വാങ്ങി കൊടുത്താലേ വിഷയമുള്ളൂ. പിന്നത്തേക്ക് ഒരു ഓഫർ കൊടുത്താൽ മതി. അപ്പം പിന്നെ വിഷയം ഉണ്ടാവില്ല. പിന്നെ 1 2 3 4 5 പറഞ്ഞിട്ട് 10ാമത്തെ ബസ്സിൽ നമ്മൾ അവനെ കയറ്റിയിട്ട് ഞാൻ നേരെ ഓഫീസിൽ പോയി. ആദ്യത്തെ നാൾ ഞാനായതുകൊണ്ട് തന്നെ വൃത്തിയുള്ളത് വേറെ നിവർത്തില്ല. എല്ലാവരും എത്താനും മിനിമം ഒരു 9:30 കഴിയും. ഞാൻ നേരത്തെ എത്തണേയും കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിരുന്നായിട്ട് കുറച്ച് നേരം ഇത് ഓപ്പൺ ആക്കിയിരുന്നു. ഒരു 12:30 വരെ ഞാനിത് ഓണാക്കിയിരുന്നിട്ടുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഇനി പിന്നെ അവനെ കൂട്ടാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ വിചാരിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ഇറങ്ങാനേ പാടില്ല എന്നുള്ളത്. എന്താന്നല്ലേ, 1:30 വരുന്ന ബസ്സിന് വെറുതെ എന്തിനാ 12:30 ആകുമ്പോൾ പോയിരിക്കണത്. ആ ഒരു അമളി പറ്റിയെന്നുള്ളത് ആരെ അറിയിക്കാതെ ഞാൻ അവിടെ കുറച്ച് നേരം വന്നിരുന്നു. പിന്നെ അവനെ കൂട്ടാൻ വന്ന് ഇനി ഉച്ചൻ്റെ ശേഷം നമുക്ക് കുറച്ച് വർക്കുണ്ട്. വർക്ക് തീരോളം അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്കോ ജ്യൂസോ ഒക്കെ വാങ്ങി കൊടുത്തോ അവനെ സെറ്റാക്കി ഇരുത്തിയില്ലേ ശരിയാവില്ല. പിന്നെ പോണ വയ്ക്കുന്ന ഈ പച്ചച്ചെരുപ്പ് എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ വാങ്ങി തരണ്ടെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ഇത് അവിടെ എത്തിയാലേ തിന്നത് കേട്ടോ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വേണം തിന്നാനെന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. പിന്നെ ഇറങ്ങിയപ്പോൾ ഒരു 5:30 5:45 എന്തായാലും ആയിട്ടുണ്ട് ഇറങ്ങിയപ്പം. നോമ്പ് തുറക്കാൻ അവിടുത്തെ വീട്ടിലെത്തൂല്ലേ എന്നുള്ള സങ്കടത്തിലേനി. പിന്നെ മുക്കത്തെത്തിയപ്പോൾ അവന് പിന്നെ വിശന്നപ്പോൾ ഇതൊക്കെ വാങ്ങിക്കൊടുത്ത്. പിന്നെ സമയം കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് നേരമായിട്ടുണ്ടായിനി. ഇത്രയും നേരം വർക്ക് ചെയ്ത് അവിടെ ഇരുന്നുകൊണ്ടാണ് ലേറ്റ് ആയത്. പിന്നെ അപ്പച്ചനെ വിളിച്ച് ഞങ്ങൾ നേരെ വിട്ടു പോയി.